Hi friends, welcome to Health and Voyage. ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പഴയ ഗിത്താർ കിട്ടിയിട്ടുണ്ട്. ഒരു 2 വർഷമായി ഇത് യൂസ് ചെയ്തിട്ട് അങ്ങനെ പൊടി പിടിച്ചിരിക്കുന്ന ഈ ഗിത്താറിനെ സ്ട്രിങ് എല്ലാം തുരുമ്പിച്ച് ഒടിയാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ സ്ട്രിങ് എല്ലാം മാറ്റി പുതിയ ഒരു സെറ്റ് സ്ട്രിങ് മാറ്റിയിട്ടുണ്ട്. ഈ സ്ട്രിങ് എല്ലാം മാറ്റി ഇതിൻ്റെ ഫുൾ ക്ലീൻ ചെയ്ത് പുതിയ സ്ട്രിങ് ഇട്ട് ഒരു പുതിയ ഗിത്താറാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. അതിനെയാണ് ഞാൻ ഇന്ന് വീഡിയോ ആക്കുന്നത്. അപ്പോൾ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ഒരുവിധം എല്ലാവരെയും വീട്ടിൽ ഇതുപോലെ തുരുമ്പിടിച്ച ഒരു ഗിത്താർ നിങ്ങളുടെയൊക്കെ വീടുകളിൽ കാണും. ഒരുപാട് പേരെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 2000-3000 രൂപയേ ഉള്ളൂ. ഇതൊരു ഓർഡിനറി ഗിത്താറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ വാങ്ങിക്കാം, അല്ലെങ്കിൽ സിറ്റികളിലുള്ള ഇൻസ്ട്രുമെൻ്റൽ ഷോപ്പുകളുണ്ട്, അവിടെ പോയാലും കിട്ടുന്ന ഒന്നാണ്. ഇപ്പോൾ എങ്ങനെയാണ് സ്ട്രിങ് മാറ്റുന്നത്, പുതിയ സ്ട്രിങ് എങ്ങനെ ഇടുന്നത്, അതിനുശേഷം എങ്ങനെയാണ് ട്യൂൺ ചെയ്യുന്നത്, ഇതെല്ലാം ചേർന്നതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഇതൊരു ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതൊരു ഓർഡിനറി ഗിത്താറാണ് കേട്ടോ. അപ്പോൾ ആദ്യം സ്ട്രിങ് ലൂസാക്കിയിട്ട് വേണം ഊരിയെടുക്കാൻ. അപ്പോൾ ലൂസാക്കാനായിട്ട് നമ്മൾ ഈ പാർട്ടിൽ നിന്ന് കൊരുത്തിട്ട് ഇവിടെയാണ് ടൈറ്റ് ചെയ്യുന്നത്. ട്യൂണിങ് കീ എന്നാണ് ഇതിനെ പറയുന്ന പേര്. അപ്പോൾ അത് ലൂസാക്കിയിട്ട് വേണം ഓരോ സ്ട്രിങ് ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഈ കീ ലൂസാക്കിയിട്ട് ഇവിടെ നിന്ന് എല്ലാ സ്ട്രിങ്ങിനെയും ഊരി, 6 സ്ട്രിങ് ആണുള്ളത്, 6നെയും ഊരിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ലൂസാക്കിയിട്ടാണ് ഈ സ്ട്രിങ്ങുകൾ ഊരി എടുക്കേണ്ടത്. പക്ഷേ ഇത് 2-3 വർഷമായതുകൊണ്ട് ഒരെണ്ണം മാത്രമേ ഊരി വന്നോളൂ, ബാക്കിയെല്ലാം ടൈറ്റാണ്. ഇനി പ്ലെയർ എന്തെങ്കിലും വെച്ച് ഊരി എടുക്കാം. അപ്പോൾ ഇതാ ഒരു പ്ലെയർ എടുത്തിട്ട് വന്നിരിക്കുകയാണ് ഇത് ഊരാനായിട്ട്. ഇപ്പോൾ ഇത് 6 സ്ട്രിങ്ങിനെ ഞാൻ ഊരിയെടുത്തു. ഇത് കാലിൽ കൊള്ളാതിരിക്കാൻ ഒന്ന് ചുറ്റി മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ സ്ട്രിങ് ഇല്ലാത്ത ഗിത്താറാണ്. അപ്പം നമുക്ക് നല്ല രീതിയിലൊന്ന് തുടച്ചെടുക്കാം. തുടയ്ക്കാൻ വെള്ളം വെച്ച് തുടയ്ക്കാൻ പറ്റത്തില്ല. ഇത് ഫുള്ള് പ്ലൈവുഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നനച്ച് കഴിഞ്ഞാൽ ഇത് ഇളകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും ക്ലീനിങ് സൊല്യൂഷൻ, ലാപ്ടോപ്പ് ക്ലീനിങ് സൊല്യൂഷനോ എന്തെങ്കിലും ഒരു ക്ലീനിങ് സൊല്യൂഷൻ വെച്ച് മൊത്തം ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഒരു ക്ലീനിങ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷന് ഒരു തുണി എടുത്തിട്ടുണ്ട് ഞാൻ. ലാപ്ടോപ്പിൻ്റെയൊക്കെ സ്ക്രീൻ ക്ലീൻ ചെയ്യുന്ന സൊല്യൂഷനാണ് ഞാൻ ജസ്റ്റ് യൂസ് ചെയ്തത്. ഇവിടെ വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഈ റൗണ്ടിനുള്ളിൽ നിങ്ങളുടെ സ്ട്രൈക്കറോ എന്തെങ്കിലുമൊക്കെ കിടപ്പുണ്ടെങ്കിൽ ഇപ്പോഴാണ് എടുക്കാൻ പറ്റിയ സമയം. ഇപ്പം കൈ ഇട്ട് എടുക്കാൻ പറ്റും. സ്ട്രിങ് ഉള്ളപ്പോൾ കൈ ഇടാൻ പറ്റത്തില്ല. അപ്പം അകവും തുടയ്ക്കുക.
സ്പ്രെഡ് എന്നാണ് പറയുന്നത്. ഈ പാർട്ട് വേണമെങ്കിൽ 1-2 തവണ ക്ലീൻ ചെയ്തോളൂ. പിന്നീട് സ്ട്രിങ് ഇട്ട് കഴിഞ്ഞാൽ പാടാണ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട്. അതേസമയം ബാക്കൊക്കെ ആണെങ്കിൽ എപ്പോൾ വേണോ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് ഭാഗം ഫുള്ള് ഇതാ ക്ലീൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് പോളിഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെയൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ല ഗ്ലൈസിങ് വരും, നല്ല സ്മൂത്തുമായിട്ട് ഗ്ലൈസിങ് വരുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ പാർട്ട് വന്നിട്ട് ഒരു മഷി, ഏതോ കുട്ടികളിങ്ങനെ പേന കൊണ്ടെന്തോ വരച്ച മഷിയാണ്, അത് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയ സ്ട്രിങ് ഇടാം. അപ്പോൾ പുതിയ സ്ട്രിങ് വന്നിട്ട് വോസ്റ്റാർ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ആണ് വാങ്ങിയത്. ഇത് ട്രിവാൻഡ്രത്തെ ഒരു മ്യൂസിക് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. 150 രൂപയാണ് ഇതിന്റെ വില. നമുക്ക് 350 രൂപയ്ക്കും 500 രൂപയ്ക്കും ഒക്കെ സ്ട്രിങ് വാങ്ങാൻ കിട്ടും. കമ്പനി ബേസ് ചെയ്തൊക്കെ അതിന്റെ റേറ്റ് മാറുന്നതാണ്. അതുപോലെ ഫ്ലിപ്കാർട്ടിലും ഓൺലൈനിലും ഒക്കെ 150 രൂപ തൊട്ട് മുകളിലോട്ട് സ്ട്രിങ് ഉണ്ട്. ഇത് ഓർഡിനറി ഗിത്താറാണ്. അക്വസ്ട്രിങ് എന്നാണ് ഇതിനടിച്ചു കൊടുക്കേണ്ടത്. അക്വസ് ഗിത്താർ സ്ട്രിങ് എന്ന് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സ്ട്രിങ് കിട്ടുന്നതാണ്. 150 രൂപ തൊട്ട് വാങ്ങാൻ കിട്ടും. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് തുടങ്ങാം. അപ്പോൾ സ്ട്രിങ്ങിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. EBGDAE എന്ന ഓർഡറിലാണ് ഇടേണ്ടത്. അതായത് അതിന്റെ ഓപ്പൺ സ്ട്രിങ് നമ്മൾ അടിക്കുമ്പോഴേക്കും കിട്ടേണ്ട സൗണ്ട് ഇതാണ്. അപ്പോൾ ഈ ഗിത്താറിൽ വന്നിട്ട് എല്ലാ സ്ട്രിങ്ങും കൂടെ ഒറ്റ പാക്കറ്റിലാണ് വെച്ചിരിക്കുന്നത്. ചില കമ്പനീസ് വന്നിട്ട് ഓരോ സ്ട്രിങ് ആയിട്ട് ഓരോ കവറിൽ വെച്ചിട്ട് അതിൽ എഴുതിയിരിക്കും ഏതാണ് സ്ട്രിങ് എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒറ്റ സ്ട്രിങ്ങിലാണ് വെച്ചിരിക്കുന്നത്. നമ്പർ പക്ഷേ ഓരോ സ്ട്രിങ്ങിൻ്റെയും നമ്പർ ഇതിലിട്ടിട്ടുണ്ട്. സ്ട്രിങ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ബേസിക്കായിട്ട് ഒരു നോളജും ഈ ഗിത്താറിനെ പറ്റി ഇല്ലാത്തവർക്കായിട്ടാണ് ഏറ്റവും കട്ടി കുറഞ്ഞത്. അതായത് 1ാമത്തെ സ്ട്രിങ് ആണ്. 6 സ്ട്രിങ് ആണുള്ളത്. അത് കറക്റ്റ് ഓർഡറിൽ തന്നെ ഇടണം, എന്നാലേ അത് ട്യൂൺ ചെയ്തെടുക്കുമ്പോഴേക്കും നോട്ട് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റത്തുള്ളൂ. ഇതിൽ 6ാമത്തെ സ്ട്രിങ് ഏറ്റവും മുകളിലും 1ാമത്തത് ഏറ്റവും താഴെ. താഴെ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും താഴെ ഇടേണ്ട 1ാമത്തെ സ്ട്രിങ് ആയിരിക്കണം. 6ാമത്തെ സ്ട്രിങ് ഏറ്റവും മുകളിലും. അങ്ങനെയാണ് ഓർഡർ. മുകളിൽ താഴോട്ടല്ല, താഴെ നിന്ന് മുകളിലോട്ടാണ്. 1, 2, 3, 4, 5, 6 അങ്ങനെ മുകളിലോട്ടാണ് ഇടാൻ. ഇനി വന്നിട്ട് ഏറ്റവും കട്ടി കൂടിയതായിരിക്കും 6ാമത്തെ സ്ട്രിങ്. അതായിരിക്കും ഏറ്റവും മുകളിൽ വരുന്നത്. ഏറ്റവും തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞ് ഏറ്റവും നൈസായിട്ടുള്ളതായിരിക്കും 1ാമത്തെ സ്ട്രിങ്. അതാണ് ഏറ്റവും താഴെ വരേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇടാം. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് താഴോട്ടാണ് ഇടുന്നത്. 6ാമത്തെ സ്ട്രിങ് ആണിത്. ഈ സ്ട്രിങ് ഊരിയൊക്കെ എടുക്കുമ്പോൾ കണ്ണിലൊന്നും കൊള്ളാതെ നോക്കുക. അപ്പോൾ സ്ട്രിങ് ഇടുന്ന വന്നിട്ട് സ്ട്രിങ്ങിന് വന്നിട്ട് 2 എൻഡാണുള്ളത്. ഒരു എൻഡ് വന്നിട്ട് ഇതുപോലെ ഒരു കട്ടിയും കാണും. മറ്റേ എൻഡ് വന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, കമ്പി പോലെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ലോക്ക് വന്നിട്ട് ഇതിങ്ങനെ ഊരുക, ഈ കട്ടി അകത്ത് വയ്ക്കുക, ഈ കട്ടിയെ അകത്തേക്ക് വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ സൈഡ് നോക്കിയിട്ട് ഇങ്ങനെ വെച്ച് ലോക്ക് ഇടുക. വെച്ചിട്ട് ലോക്ക് ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ലോക്ക്. ഇപ്പം ഞാൻ 6 സ്ട്രിങ്ങും ഇവിടെ ലോക്ക് ചെയ്തു. സ്ക്രൂ ഒന്നുമില്ല, ജസ്റ്റ് ഇത് വലിച്ചു ഊരുക, സ്ട്രിങ് വയ്ക്കുക, ലോക്ക് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന ഈ സ്ട്രിങ്ങിനെ എടുത്ത് നമ്മൾ അഡ്ജസ്റ്റിംഗ് കീയിലേക്ക് ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനായിട്ട് സ്ട്രിങ് എടുത്തു. ഇതിൽ വന്നിട്ടൊരു ഹോളുണ്ട്. അപ്പോൾ ആ ഹോളിലൂടെ ഇതുപോലെ കയറ്റുക. വേണമെങ്കിൽ ഒരു ലോക്ക് ഒരു ചുറ്റൂടെ ചുറ്റി. അപ്പോൾ കുറച്ച് ലൂസ് ഇട്ടിട്ട് വേണം ഇതുപോലെ ചെയ്യാനായിട്ട്. ഇനി ഇത് കറക്കി കറക്കി
ടൈറ്റാക്കി എടുക്കുക. കറക്കുമ്പോൾ ഈ ഒരു പാർട്ടിലായിട്ടൊന്ന് വിരൽ വെച്ചിരിക്കുക. അപ്പോൾ ഇത് താഴെ നിന്ന് തന്നെ ചുറ്റി വീഴും. ഇത് 6ാമത്തെ സ്ട്രിങ് ആണ്. 5, 4, 3ാമത്തെ വന്നിട്ട് ഇവിടെ ആയിട്ടാണ് വരേണ്ടത്. 3, 2, 1 ഇതാണ് ഓർഡർ കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിറ്റാറിൽ ഇതാ സ്ട്രിങ് ഇട്ട് കഴിഞ്ഞു. ഇതാ ഇവിടെ എല്ലാം ലോക്ക് ചെയ്തു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇവിടെ ദാ ചുറ്റി വിട്ടതിന് ശേഷം കുറച്ച് ലെങ്ത് ബാക്കിയുണ്ട്. അതിങ്ങനെ വൃത്തികേടായിട്ട് നിൽക്കൊണ്ട് അത് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ചുറ്റി വയ്ക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഞാൻ കട്ട് ചെയ്ത് കളയാൻ പോവുകയാണ്. അപ്പോഴേ ഇവിടെയൊക്കെ ഒരു വൃത്തി കാണത്തുള്ളൂ. ഈ ബാക്കിയുള്ള ലെങ്ത് പാർട്ടിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഒരു പ്ലെയർ വെച്ച് ഇതാ കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ 6 എണ്ണത്തിൻ്റെയും ബാക്കി ബാലൻസ് ലെങ്ത് ഉണ്ടായിരുന്നതിനതാ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു നീറ്റായിട്ടുണ്ട്. ഇനി കൊച്ചു കുട്ടികൾക്കൊക്കെയാണ് വായിക്കാൻ കൊടുക്കുന്നതെങ്കിൽ ഇതിനെയും കുറച്ചുകൂടെ മടക്കി അകത്തോട്ട് വയ്ക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കയ്യിലൊക്കെ കൊള്ളാൻ സാധ്യതയുണ്ട്. ബാഗിലിടുമ്പോൾ ബാഗിലും കൊണ്ടുകളാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കുറച്ച് അകത്തോട്ടോ മടക്കിയൊക്കെ വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ ഫുള്ളി ക്ലീൻ ചെയ്ത് പുതിയ സ്ട്രിങ് ഇട്ട് ഫുള്ള് ഇവിടെ എല്ലാം ക്ലീനാക്കി ഫുള്ള് കട്ട് ചെയ്തിട്ട് ഒരു നീറ്റ് ഗിത്താറാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ട്യൂൺ ചെയ്തെടുക്കുക എന്നുള്ള സ്റ്റെപ്പ്. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ നല്ല ലെങ്തി ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഗിത്താർ എങ്ങനെയാണ് ട്യൂൺ ചെയ്യുന്നത്, അതും ഫ്രീ ആയിട്ട് എങ്ങനെയാണ് ട്യൂൺ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള വീഡിയോയുമായിട്ട് അടുത്തൊരു പാർട്ടായിട്ട് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ടിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.